എല്ലാവർക്കും സുപ്രഭാതത്തിലേക്ക് സ്വാഗതം. ഞാൻ ഒരു ചെറിയ സംശയം ചോദിക്കണം. ഫാറൂഖ് മാഷ് കായിക വിനോദവും ഇങ്ങനെയുള്ള പല ഇതിലും പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. ഈ അടുത്ത കാലത്ത് പല പെട്ടെന്നുള്ള മരണങ്ങൾ സംഭവിക്കുന്നുണ്ട്. വ്യായാമ മുറകളിൽ പോലും പെട്ടെന്ന് മരണങ്ങൾ സംഭവിച്ചുകൊണ്ട് അപ്പോൾ ഈ വ്യായാമം കൊണ്ടും ജനങ്ങൾക്ക് ഗുണകരമാവേണ്ടതാണല്ലോ. എന്താണ് ഇത്തരം പെട്ടെന്നുള്ള ഈ മരണങ്ങൾ ട്രീറ്റ്മെൻറ്റിന് എത്തുന്നതിന് മുമ്പ് തന്നെ മരണങ്ങൾ സംഭവിക്കും. അപ്പോൾ ഈ കാര്യങ്ങളിൽ ജനങ്ങൾക്ക് ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. വ്യായാമം ചെയ്തിട്ട് പോലും അവരുടെ ജീവിതത്തിൻ്റെ ഈ ശാരീരികമായ ഘടനയെ നല്ല നിലയിൽ നിലനിർത്താൻ കഴിയാത്ത രീതിയിലേക്കാണ് മരണം അവരെ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ ആരോഗ്യരംഗത്ത് ഇനി എന്ത് മാറ്റങ്ങളാണ് മനുഷ്യർക്ക് ഇനി നൽകാനുള്ളത്? ഇത് ഇപ്പോൾ പല ഡാൻസ് കളിക്കുമ്പോഴും അല്ലെങ്കിൽ ഫുട്ബോൾ കളിക്കുമ്പോഴും തന്നെ വ്യായാമം ചെയ്യുന്നിടത്തൊക്കെ ആൾക്കാർ കുഴഞ്ഞു വീണ് മരിച്ചത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചോദിക്കുന്നത്, അതായത് എന്തൊരു സാധനങ്ങൾ ചെയ്യുമ്പോഴും അതിനൊരു തുടക്കക്കാരൻ എന്നുള്ള പോലെ തന്നെ ആയിരിക്കണം നമ്മൾ വ്യായാമം ചെയ്യേണ്ടത്. ഇത് ഒരു സുപ്രഭാതത്തിൽ വന്നിട്ട് അവർക്ക് ബോഡിക്ക് താങ്ങാൻ പറ്റാത്ത തരത്തിലുള്ള വെയിറ്റ് എടുത്തും അല്ലെങ്കിൽ ട്രെയിൻ ചെയ്തിട്ടും അങ്ങനെ ഉണ്ടാവുമ്പോഴാണ് ഇതൊക്കെ ചെയ്യുന്നത്. വ്യായാമം കൊണ്ടല്ല, വ്യായാമം കൊണ്ട് ഗുണങ്ങളേ ഉള്ളൂ. പക്ഷേ റിസ്ക് എടുത്ത്, അതായത് ഒരു സുപ്രഭാതത്തിൽ തന്നെ ട്രെയിനിങ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന മരണങ്ങളാണ്. ഇപ്പൊ ഒരു വ്യായാമമാണെങ്കിലും ഫുട്ബോൾ ആണെങ്കിലും അതിനൊക്കെ ഒരു രീതി ഉണ്ട്, പരിശീലിപ്പിക്കണം. ചിലപ്പോൾ നമ്മൾ ഉറങ്ങി നിൽക്കുമ്പോൾ നമ്മൾ നാടി തരുമ്പോഴൊക്കെ ഇങ്ങനെ ചുരുണ്ടി കഴിച്ച് അതിനൊക്കെ നമ്മൾ ഒന്ന് എഴുന്നേറ്റ്, അപ്പോൾ പൂച്ചയാണെങ്കിലും നായാണെങ്കിലും എഴുന്നേറ്റാലും ഒന്നിങ്ങനെ തെളിയും അല്ലേ? പക്ഷെ നമ്മൾ മനുഷ്യർ എഴുന്നേറ്റ് അങ്ങനെ തന്നെ ഓടി വന്ന് കളിക്കല്ല, അതായത് നാടിനരമ്പുകളൊക്കെ ഒന്ന് ഉണർത്തണം. അതിനാണ് നമ്മൾ സ്ട്രെച്ചിങ് എക്സസൈസ് എന്നൊക്കെ വാമപ്പ് എന്നൊക്കെ പറയുന്നത്. അവൻ തന്നെ കളി കഴിഞ്ഞാൽ നമ്മൾ എന്ത് കളി കഴിഞ്ഞാലും നമ്മൾ വരുന്ന സമയത്ത് നമ്മളെ ശരീരത്തിന്റെ ഹാർട്ട് ബീറ്റ് സ്ലോ ആയിരിക്കും. അപ്പോൾ കളി തുടങ്ങുമ്പോൾ നമ്മൾ എന്താവും, അത് ഹാർട്ട് ബീറ്റുകൾ കൂടും, പ്രഷർ കൂടും. പിന്നെ കൂടും. അത് കളി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, നമ്മളൊന്ന് മുമ്പ് സ്പീഡ് ചെയ്ത് കുറച്ച് എക്സസൈസുകൾ കൂൾ ഡൗൺ എന്ന കൂൾ ഡൗൺ എക്സസൈസ് എന്ന് പറയും അതിനെ, അത് ചെയ്യണം. അത് ചെയ്തിട്ട് വേണം പോകാൻ. ഇന്ന് പലരും അതിലേക്ക് തിരിയുന്നില്ല. വരിക, വെയിറ്റ് എടുക്കുക, അല്ലെങ്കിൽ മറ്റേ വേറെ എന്തെങ്കിലും ഏർപ്പാട് എല്ലാവരും ഒരുമിച്ചാണ് ചെയ്യുക. ആ സിസ്റ്റം മാറണം. നമ്മളിതിനൊരു രീതി ഉണ്ട്, ഒരു ആരോഗ്യത്തിന് വേണ്ടി ചെയ്യുന്ന പല രീതികളുണ്ട്. അത് ആരും എന്ത് ചെയ്യുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല, ഉപയോഗപ്പെടുത്തുന്നില്ല. അതുകൊണ്ടുണ്ടാകുന്ന മരണം. അല്ലെങ്കിൽ വ്യായാമം കൊണ്ട് എന്തില്ല, പേടിക്കേണ്ടില്ല. വ്യായാമം ലോകത്ത് എല്ലാവരും വ്യായാമം ചെയ്യണമെന്ന് പറയണേ. പക്ഷെ അതിനൊരു രീതി വരാതെ നമ്മൾ മരിക്കുക, ആരോഗ്യത്തോടു കൂടി മരിക്കുക. ഇതൊക്കെ ചെയ്താൽ നമ്മൾ മരിക്കും. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കുക, നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യത്തെ നിലനിർത്തുക, നമ്മുടെ മനസ്സിനെ സമാധാനിക്കുക, ശരിയായ വ്യായാമം, ശരിയായ രീതി ചെയ്യണം, ശരിയായ റെസ്റ്റ്, ജോലിക്ക് വിശ്രമങ്ങൾ, ഇതൊക്കെ നമ്മൾ ചെയ്യണം. ഇതൊക്കെ ചെയ്യാതാവുമ്പോഴാണ് നമുക്ക് പല സംഭവിക്കുന്നത്.